തമിഴ്നാട് മക്കളുടെ പവർ കാണണോ? നോക്കിക്കോ. അണ്ണനെ പിടിക്കുമോ? അതുണ്ടോ ബസ് പോകുന്നുണ്ടോ? கிருஷ்ணவேணி உங்க அருணா நேத்து வந்தா யாருமே இவங்களுக்கு எதுவுமே பண்ணி கொடுக்கல. അങ്ങനാவது ഏതാச்சுം பண்ணி കൊടുക്കീங்க. എല്ലാരുമേ நல்லா இருக்கும். സമീപം 4 മണിയായിട്ടോ. നാളെ ഇവിടുന്ന് പോവാണ്. കാരണം പള്ളിയും കാര്യങ്ങളൊന്നും ഇല്ല. കള്ളക്കുറിച്ച് പോയാലേ നിസ്കരിക്കാൻ പറ്റത്തുള്ളൂ. ലഗേജ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് കിടന്ന ഒരു അമ്പലത്തിന്റെ തറയിലാട്ടോ. ഒരു അമ്പലമാണ്. അവിടെ കുറെ പേര് കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടോ അമ്പലത്തിന്റെ ചുവട്ടിൽ തന്നെ ഒരു കടയുണ്ട് കേട്ടോ. അവിടെ നമ്മള് ചായ കുടിക്കാണ്. ഇതാട്ടോ ചെറിയ കട. ഇവിടെയാണ് നമ്മൾ കിടന്ന അമ്പലം. അതുകൊണ്ടോ ഇതൊരു അമ്പലത്തിന്റെ ഓരോരോ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ചായ കുടിച്ചിട്ട് നടത്താൻ തുടങ്ങാന്ന് വിചാരിച്ചു. കണ്ടു പറഞ്ഞപ്പോൾ ഇവിടെ ചായ റെഡിയാവുന്നു. അത് രാവിലെ വണ്ടിയും കണ്ടോണ്ട് നടക്കുക കേട്ടോ. രാത്രി ആയ പോലെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാല്. നമ്മുടെ മോർണിംഗ് ആട്ടോ ഇത്. എങ്ങനെയുണ്ട് മോർണിംഗ്? സൂപ്പറാണ്. പക്ഷെ ഉറക്കപ്പിച്ച് വിടാതെ എണീച്ച് കിടക്കണം. 4 മണിക്ക് തുടങ്ങി നടത്താം കേട്ടോ. ഭാരത് ബെൻസിന്റെ പുതിയ വണ്ടികൾ ഇതുണ്ടോ. ഷോറൂമിലേക്ക് കൊണ്ടുപോകാനാന്ന് തോന്നുന്നു. 4 വണ്ടിയുണ്ട് കേട്ടോ. ഇത് മോർണിംഗ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അതൊക്കെ മേലെ. ഇവിടെ കയറിയൊന്ന് ഫ്രഷ് ആയിട്ട് പോവാന്ന് വിചാരിച്ചു. അവിടെ എണീച്ചെടുത്ത് ബാത്റൂമും കാര്യങ്ങളും അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. അത് കിടക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് വരുന്ന വണ്ടിക്കാർക്ക് എണ്ണ അടിച്ചു കൊടുക്കാനും ഇതുപോലെ വണ്ടിയിൽ വന്ന സേഫായിട്ട് കിടക്കാൻ വേണ്ടിട്ട് കയറുന്നതിനും. ഗായ്സ് ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് ഫ്രഷ് ആയി. കുട്ടപ്പനും കുട്ടപ്പയായി. എല്ലാവർക്കും ഞങ്ങളുടെ വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പൊ നമ്മളിനി ഇവിടുന്ന് മുന്നോട്ട് നടക്കട്ടെ. ഇവിടുന്ന് 3 കിലോമീറ്റർ അടുത്ത് നമുക്ക് നടക്കണം പള്ളിക്ക് പോകണമെങ്കിൽ. സോൾവോളോ ട്രക്ക് ആട്ടെ കിടക്കുന്നത്. എന്റെ ഫ്രണ്ട് ലുക്കൊക്കെ കണ്ടോ. യാ മോനെ വേറെ ലെവല്. ഓടിക്കുന്നോ? വൺ ഡേ ഞങ്ങള് രണ്ടുപേരും എക്സ്ട്രീം സ്പീഡിൽ നടക്കും കേട്ടോ. കാര്യം ഇവിടുന്ന് 2 കിലോമീറ്റർ നമ്മൾ പോയാലേ നമുക്ക് ഇന്നത്തെ ഈദ് നമസ്കാരം കിട്ടത്തുള്ളൂ. മാക്സിമം സ്പീഡിൽ ചവിട്ടി പിടിക്കാണ്. എടിക്കോ പറപ്പിച്ചോ 100 എനിക്ക് ആ പേഡർമാന്റെ കുപ്പായത്തുണ്ടോ എന്തായാലും. അങ്ങോട്ട് ആകാശം നോക്കണോ ഞാൻ. ആകാശം സൺറൈസ് ഉദിച്ചു വരുന്നു. അവിടെ കണ്ടോ പാടത്ത് ഇഷ്ടം പോലെ പശുക്കള്. അവിടെ മുന്നിൽ ആനയുണ്ട് കേട്ടോ. വെള്ളാന കാണിച്ചുതരാം. വെള്ളാനെ കാണിച്ചു തന്നില്ലെന്നുള്ള പരാതി പറഞ്ഞേക്കുന്നു. വെള്ളാനയുണ്ട്, വെള്ളക്കുതിരയുണ്ട്, സാമിയുണ്ട്, കറുത്ത കുതിരയുണ്ട്, ചെറിയ ചെറിയ അണ്ണന്മാരുണ്ട്. മോർണിംഗ് കാഴ്ച കേട്ടോ. വേഗം നടന്നോളൂ. പറപ്പിച്ചു വിട്ടാലേ ഇന്ന് കിട്ടുള്ളൂ. ഒരു ബൈക്കില് പഴക്കൊല കൊണ്ടുപോകുന്നുണ്ടോ. കൊറേ ദിവസത്തിന് ശേഷം ഒരു റൗണ്ടാണ് നമ്മൾ പാസ് ചെയ്യുക കേട്ടോ. ഒരാളുടെ പ്രതിമയൊക്കെ ഇരിപ്പുണ്ട്. രാവിലെ മുല്ലപ്പൂ ഒക്കെ വിൽക്കുന്നുണ്ടോ. ചെറിയ ചെറിയ കടകളൊക്കെ ഓപ്പൺ ആയി വരുന്നുണ്ട്. അത് നമ്മുടെ കോൽക്കണ്ട അടിക്കൂലേ, അതിന്റെ വണ്ടിയാണ്. അതിന്റെ മുകളിൽ ഇരിക്കുന്ന മൊത്തം അതിന്റെ മെഷീൻസുകളാ. ഇവിടെ കൂടുതലും കോൽക്കണ്ടറിന്റെ ആവശ്യമുണ്ടല്ലോ വെള്ളമില്ലാത്തോണ്ട്. ഈ കടകളൊക്കെ രാത്രി ഓപ്പൺ ആയിരിക്കും. ഇപ്പൊ രാവിലെ ഇരിക്കുന്നതാണ്ടോ മരത്തിന്റെ അടിയിൽ. വാഴയും അടുക്കമരം. അതാണ് താഴെ കാണുന്നത്. അതുണ്ടോ ബസ് പോകുന്നുണ്ടോ. അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ. അവിടെ ഒരു പുഴയുണ്ട്. പുഴയുടെ അപ്പുറത്ത് കോളനി പോലെ കുറെ അധികം വീടുകളുണ്ട്. നല്ല വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന പാടം കണ്ടോ. ഫുള്ള് പച്ചപ്പ്. മോർണിംഗ് വാക്ക്. അത് ഓട്ടം നമ്മള് നടത്താം. ആയിരിക്കുന്ന കച്ചിയാട്ടോ. അത് മഴ നനഞ്ഞ് കുതിർന്നിരിക്കാണ്. അപ്പുറത്ത് കണ്ടോ റെഡി ആക്കിയിട്ടേക്കുന്നത് അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടിട്ട്. നമ്മളിവിടെ പറയൂ കച്ചിന്ന്. നമ്മളവിടെ പറയൂ കച്ചിന്ന്. അതിവിടെ പാർട്ടിന്നാ പറയുന്നത് അല്ലേ. പാർട്ടിയോ? കച്ചി പാർട്ടി. അതിനാ കച്ചിന്ന് പറയുന്നത്. ഒരു മീശക്കാരൻ വണ്ടി. അത് ആന്ധ്രാപ്രദേശ് വണ്ടി കേട്ടോ. കംപ്ലൈന്റ് ഉണ്ടോ? AP. ഞങ്ങള് നമുക്ക് പള്ളി കാണാനില്ല കേട്ടോ. അപ്പൊ നിൽക്കാനായിട്ട് കയറിയിട്ട് ബൈക്കില് പള്ളിയിലേക്ക് പോവാണ്. അടുത്തുനിന്ന് പള്ളിയില്ല. ഉള്ളിലോട്ട് പോകണം. പള്ളിക്ക് 3 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകും. ഞങ്ങൾ അവിടെ തീ പറയാം. നമസ്കാരം കഴിഞ്ഞിറങ്ങിട്ടോ. ഭയങ്കര റാത്തായി ഇങ്ങോട്ട് വണ്ടി. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന ഒരു കല്യാണ മണ്ഡപമാണ്. അത് രണ്ടുപേരും രാവിലത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. ഞാൻ പൊറോട്ടയാണ് വാങ്ങിച്ചത്. ഫോണ് എന്താ വാങ്ങിച്ചേ? ഇഡ്ലി സാമ്പാർ ചമ്മന്തി. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഇത് കേരള കലണ്ടർ. ഇവിടെ അവിടെ തമിഴ്നാട് കലണ്ടർ. തമിഴ്നാട് കലണ്ടറിന് 1 തുടങ്ങുന്നുണ്ട് ഇവിടുന്ന്. 1, 2, 3, 4 അങ്ങനെ. നമ്മുടെ 1, 2, 3, 4, 5 കണ്ടോ.
നമ്മളെ ഇപ്പൊ നിൽക്കുന്ന ഹോട്ടലില്ലേ 40 വർഷമായിട്ട് റണ്ണിങ്ങിലിരിക്കുന്ന ഹോട്ടലാട്ടോ. ഒരു തലമുറ കൈമാറി വരുന്ന ഹോട്ടൽ. 3 തലമുറ കൈമാറിയ ഹോട്ടലാണ്. അവിടുത്തെ സാമ്പാർ കേമം. 40 വർഷത്തിന്റെ പഴക്കമുള്ള കടയാട്ടോ. നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിൽ ഇത്രയും തിരക്ക്, അതുപോലെ തിരക്കാ അവിടെ. NH റോഡിൽ നമ്മൾ 1 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നിട്ടോ. അപ്പൊ തിരിച്ച് നമ്മൾ NH റോഡിലോട്ട് നടക്കാണ്. സ്കൂളിന്റെ പേര് വായിച്ചാ എന്നാ വലിയ ബോർഡാല്ലേ. 2-3 ദിവസമായിട്ട് നമ്മളെ 2-3 ദിവസം ലൈവ് കൂടുതലായിട്ടോ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു. കള്ളക്കുറിച്ച് വരുമ്പോ കാണണം. അങ്ങനെ ഞാൻ അവസാനം എന്റെ നമ്പർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടോ. ഇതാ കാക്ക പേര് சொல்லு. കൃഷ്ണവേണി. கிருஷ்ணவேணி. உங்க அருணா. அருணா. ரொம்ப நன்றி. நானு வருவோம்னு நினைக்கல, ஆனா வந்தா பாக்கலாம் நினைச்சேன். இல்ல நாங்க ஒரு 4 நாளாவே சொல்லிட்டு தான் சொல்லிட்டா இருக்கு. நான் நேத்துதான் நம்பர் கொடுத்தேன். ஆனா ரொம்ப ஆளுங்க கேட்டுட்டே இருப்பாங்க. நம்பர் கொடுத்தா அதுக்கப்புறம் எதுவுமே இல்ல. அப்படி ஒரு இதுவும் இருக்கு. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ആപ്പിളൊക്കെ വാങ്ങിച്ചോണ്ടോ. ഹാപ്പി ആയോ? ഇത് വേണോ? ഇതിന് വേണോ? അതിന്റെ പുറത്ത് കയറിയുണ്ടോ? ജോം ജോം എന്ന് പറഞ്ഞിട്ട് പോക്ക് പോവാ അങ്ങോട്ട്. അതൊക്കെ ചെറുതിനെ നോക്കിയോ? എങ്ങോട്ടാ പേടിച്ചു കൊടുത്തേ? പോത്തിനെ കണ്ടു കഴിഞ്ഞ് പശു മരത്തിന്റെ അടിയിൽ നിന്നിട്ട് കച്ചി തിന്നു കേട്ടോ. ഈ കിടക്കുന്നത് ചാണകം കേട്ടോ. പച്ചച്ചാണകം മുകളിലുണ്ട്, ഉണക്കച്ചാണകം അടിയിലുണ്ട്. ചോളം വേണേ കയ്യിൽ വാരി വാങ്ങിക്കോ. അണേ ഇത് ഉണക്കെടുത്തിക്കോ. ഓക്കെ இதுக்கப்புறம் என்ன பண்ணுவாங்க? பாப்கார்ன். ഓക്കെ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിട്ടാട്ടോ. ഇതൊക്കെ മൊത്തം ഉണക്കി എടുക്കാണ് ഇഷ്ടം പോലെ. നല്ല ഇതുണ്ടോ? பாப்கார்னு அது நிறைய ஐட்டம் இருக்குங்க. ഇത് എടുത്തുക്കலாமா? எடுத்துக்கோ. சரி, உங்க பேரு? ரவி. രവി. ഓക്കെ ശരി, താങ്ക് യു. எடுத்து என்ன இருக்கா? പോതും. പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവിടെ ഉണക്കി റെഡിയാക്കും കേട്ടോ. ഇത് ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോ ഇത് പാക്ക് ചെയ്യും. നമ്മള് വരുന്നതൊക്കെ കുറെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പോപ്കോൺ കഴിച്ചു നോക്കിയോ? നല്ല കറമുകളും മാറിയിരിക്കും. പല്ലൊക്കെ ഒടിഞ്ഞു പോകും. ഗൈസ് ഇപ്പൊ നമ്മള് ഒരു ടോൾ ഗേറ്റ് താണ്ടി കഴിഞ്ഞു. ഇതാണ് കള്ളക്കുറിച്ചി ടോൾ ഗേറ്റ്. ഇതിന്റെ തൊട്ടിപ്പുറത്ത് വേണ്ട നമ്മള് റെസ്റ്റ് എടുക്കുക കേട്ടോ. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. ചെറിയൊരു തണലാണ്ടപ്പോ ഇവിടെ കയറി ഇരിക്കാണ്. അവിടെ 2-3 കൂടാരങ്ങൾ കണ്ടോ? അത് ഇതുപോലെ ഇവിടെ വന്ന് പണിയെടുക്കുന്ന ആൾക്കാരുടെ വീട് കാര്യങ്ങളൊക്കെ കേട്ടോ. എന്നെ ചൂടാണോ അതിനകത്ത് എങ്ങനെ കിടന്ന് ഉറങ്ങുന്നതോ അവര്. എനിക്ക് പൊള്ളാണ് നടക്കണം. അപ്പൊ ഈ കിടക്കണ ഷീച്ച് വെച്ചാണ് കിടക്കണ ആൾക്കാർ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കില്ലേ. ഒരു പുറമെ ഇവിടെ ഉള്ളവരല്ലായിരിക്കത്തില്ല, വേറെ ഇന്ത്യക്കാർ അങ്ങനത്തെ ആൾക്കാരായിരിക്കും. ഒരു കുഴി എടുത്തിട്ട് കണ്ടോ. ഇത് വൈകുന്നേരമാണെങ്കിൽ നല്ല സുഖം ഉണ്ടാവും. ഈ സമയത്തൊക്കെ എന്നെ അതിനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് 2-3 പേര്. നമ്മളിവിടുന്ന് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോയിട്ടോ. നല്ല തണുപ്പിച്ച്. ആദ്യം വന്നപ്പോ കരിമ്പില് തണുപ്പില്ല. അപ്പൊ കുറച്ച് കുടിച്ചിട്ട് പറഞ്ഞ് ഒക്കെ ഇത് വേണം, കുറച്ച് ഐസ് വേണമെന്ന്. ഒത്തിരി ഐസ് ഇട്ടിട്ട് പുതിയൊരു കമ്പാലെടുത്ത്, അതായത് ടേസ്റ്റ് കുറവുള്ള കരിമ്പുണ്ട്, ടേസ്റ്റ് കൂടിയതുണ്ട്. അങ്ങനെ ടേസ്റ്റ് കൂടുതലുള്ള കരിമ്പ് നമുക്ക് എടുത്ത് തരും കേട്ടോ. ഐസ് கட்டாக 2ஆம் மாறிட்டா. அக்காவோட பேர் ஒரு வாட்டி சொல்லுங்களா? விஜய் அண்ணா கிட்ட ஏதாச்சும் கேட்கணுமா? எனக்கு ஒண்ணுமே இல்ல. அந்த பழசா முதலமைச்சரும் ஒண்ணுமே தரல. இவராது தராரா பாக்க. எனக்கு யாருமே இல்ல, எங்க வீட்டுக்காரரும் இல்ல. ஒரே ஒரு பையன் ஒரு பொண்ணு. நான் தனியா தான் அந்த வேலை செஞ்சுப்பேன். நாங்க போகும்போது அண்ணன் கிட்ட சொல்லுவாங்க, நாங்க நடந்துதான் வந்தேன், நிறைய பிரச்சனை எல்லாம் பார்த்து நிறைய ஆளுங்க எல்லாம் பார்த்துதான் வந்துட்டேன். அந்த வீடியோ பார்த்தா உங்களுக்கு என்னென்ன கஷ்டத்துல இருக்கு எல்லாமே அது தெரிஞ்சிடும். நான் அவர் பார்க்கும்படி என்னெல்லாம் பேசணும் அண்ணா. இது கேட்டல, இது உங்க மக்களு, தமிழ் மக்களு அவங்க ரொம்ப அதிகமா கஷ்டப்பட்டு இருக்காங்க. அப்ப நீங்க நேத்து வந்தா யாருமே இவங்களுக்கு எதுவுமே பண்ணி கொடுக்கல. நாவது ஏதாச்சும் பண்ணி கொடுக்கீங்க, எல்லாருமே நல்லா இருக்கும். உன்னோட பேர் சொல்லு. எவன கையில போன் உண்டு, ആ ഫോണില് നമ്മുടെ റീൽ എടുത്തോണ്ട് വന്നേക്കാട്ടോ. പാവം. എടാ അടി സൂപ്പറാ ഇருக்கு. എത്ര ക്ലാസ്സിലെ പഠിച്ചിട്ട് இருக்கு? எத்தனாவது படிக்கிறேன்னு கேக்குறாங்க. ஃபர்ஸ்ட் ஸ்டாண்டர்ட் போறாரோ? சூப்பரா இருக்கு. சூப்பரா படிக்கணும். அண்ணன் கிட்ட ஏதாச்சும் சொல்லணுமா? விஜய் அண்ணன் கிட்ட. விஜய் அண்ணனை பிடிக்குமா? எந்த அளவுக்கு பிடிக்கும்? അവന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് നമ്മുടെ റീൽസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണേ. നമ്മളെ ജസന്റെ അത്ര ഉള്ളത്. തൊഴിലുറപ്പിന് എന്തോ പോയിട്ട് വരുന്ന പോലെ ഉണ്ട്. സിനിമയിലൊക്കെ കാണൂല അതുപോലെ ഒരു ഫ്രെയിം. ശരിക്കും ഞാൻ തന്നെ ഇങ്ങനെ അനുഭവപ്പെട്ടു. ഇത്രയും പ്രായമുള്ള ആൾക്കാരെല്ലാം പണിക്ക് പോകുന്ന വിചാരിച്ചാലേ. കുറച്ചു നേരം ഞങ്ങൾ ഈ ഒരു വലിയ മരം ഉണ്ടല്ലോ, ഈ മരത്തിന്റെ അവിടെ റെസ്റ്റ് ചെയ്തിട്ടോ. നല്ല ചൂട്, അതുകൊണ്ടാണ് തല ഇറങ്ങുന്നത്. ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂടാട്ടോ. ഒരു അമ്മ നടന്നു വരുന്നുണ്ടോ? അമ്മയുടെ തലയില് അമ്മയെക്കാട്ടും വലിപ്പമുള്ള പ്രവേശനമാണ്.
ഈ ചൂടത്ത് എങ്ങനെ നടന്നു പോകുന്നില്ല ഒരു എനിക്ക് സഹിക്കാനേ പറ്റുന്നത്. അതിന്റെ ഉള്ളില് കാണുന്നത് കോവിലോ കേട്ടോ. അത് സർപ്പവും ഒരാളവിടെ കിടക്കുന്നുണ്ട്. ശൂലത്തിന് നാരങ്ങയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ. ഞാൻ അതിന്റെ ഫോട്ടോ. ചോളൊക്കെ ചാക്കിലാക്കിയിട്ട് ഇവര് ഈ വണ്ടിയിൽ കയറ്റണുണ്ട്. ഇവരാണ് ഇത് കയറ്റാൻ പോണ്. ഇവരെല്ലാം ഇവിടുത്തെ പണിക്ക് വരുന്നുണ്ടോ. ഹലോ ഹായ്. എനിക്ക് കുപ്പിയിൽ വെള്ളം നിറച്ചതാണ്. നല്ല സ്നേഹമുള്ള മനുഷ്യന്മാര്. ആ അടിപൊളി. അപ്പൊ നമ്മളെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഒരു ഫാമിലി നമ്മളെ കാണാൻ വേണ്ടി വന്നേക്കാ. എല്ലാവരും ഹായ് சொல்லுங்க. ഇതൊക്കെയാണ് നമുക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്നൊരു സന്തോഷം. നല്ല വെയിലാണെങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോ വല്ലാത്തൊരു ഫീലാട്ടോ. റബി എന്നാണ് പോയി നോക്കിയത്? അത് ഒരു ചാക്ക് പൊക്കിയെടുത്ത് കയറ്റി. ഗൈസ് ഒരു പടം കാണണം നിങ്ങക്ക്. ഹായ് പോറാ. എങ്ങനെയുണ്ട് ഫാദർ? ഗൈസ് എങ്ങനെയുണ്ട് എന്റെ പുതിയ സ്റ്റൈല്? ഞങ്ങളവിടെ ഒരിടത്ത് ഇരുന്ന കേട്ടോ. പക്ഷെ അവിടെ അന്നേരം കൈനോട്ടക്കാര് വന്നു. അപ്പൊ നമ്മൾ അവിടുന്ന് മാറി നോക്കാം. വാ നമ്മൾ അടുത്തൊരു മരം നോക്കി പോവാ കേട്ടോ. വെള്ളം നിക്കത്തൊന്നുമില്ല, അതങ്ങനെ കുഴിയായിട്ടുള്ള ഭാഗം. അവിടെ നല്ല സുഖമാണ്. വാ ചാരി കിടന്നിറങ്ങാം കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ യാത്രയിലെ കഷ്ടപ്പാട്. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങള് റോഡ് സൈഡിൽ കിടക്കുക കേട്ടോ. നല്ല ചൂട്, ചെറിയൊരു കാറ്റേ ഉള്ളു കേട്ടോ. കുറച്ചായിട്ട് നമ്മളിവിടുന്ന് പോകും. ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ മരത്തിന്റെ അടിയിൽ നമ്മൾ കിടക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂടുണ്ട്. കാറ്റടിക്കുന്നു, പക്ഷെ ചൂട് കാറ്റാ. നോക്കാണെങ്കിൽ ചൂടടിച്ചിട്ട് എന്തറ്റി ബോധമാക്കി കുളിക്കാൻ നോക്കിയാട്ടെ. നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങിട്ടോ. ഇപ്പൊ സമയം 5 മണിയായി. ചൂടിനൊരു കുറവില്ല കേട്ടോ. നമ്മള് NH റോഡ് പറ്റി നടക്കാണ്. പുറകില് സൂര്യൻ ഉള്ളതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് കിട്ടൂല. എന്റെ അച്ഛനെല്ലാം പറ്റിയാർന്ന കണക്കായി പോയി. കിളി പോയ വർത്താനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ജലദോഷം പിടിച്ചു. ചൂട് എന്റെ സൈഡിൽ കാണുന്നത് ഒരു പുഴ കേട്ടോ. ആ വെള്ളം കണ്ടോ, പായലും മൂപ്പലൊക്കെ പിടിച്ച് കിടക്കണ്. അതിനകത്തൊക്കെ ഇറങ്ങി കുളിക്കണം, വല്ല അസുഖവും പിടിക്കും. അടുത്തേക്കടാ അടുത്തേക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞ ഇതൊരു അമ്പലം കേട്ടോ. പുറകില് വലിയൊരു ഇതൊക്കെ കണ്ടോ. എന്തെങ്കിലേ ചൂട് തയ്ക്കാൻ കഴിയില്ല. എന്ത് സാധനം കത്തിക്കണമെന്ന് മനസ്സിലായോ? മറ്റേ എള്ളിന്റെ കഴിഞ്ഞതിന്റെ അതിന്റെ ചണ്ടിയാണോ അതോ ചണ്ടിയാണോ നിക്ക് പോവല്ലേ. തീ വരുന്ന മരമുണ്ടോ അപ്പുറത്ത് പുഴ? അതൊക്കെയാ ചാടിയാലോ? ചാടേണ്ട അവസ്ഥയാണ്, അതുപോലെ ചൂടാ. ഓ തല കഴിയിട്ടാ. നല്ല സുഖല്ലേ? നല്ല സുഖമുണ്ട് കേട്ടോ. ഓ തല കിളി പോയാലായിരുന്നു. എന്താ പറയേ? वो दिल्ली लड़का दिल्ली पुदु दिल्ली इधर क्या जॉब? आइस ഐസ് ഫാക്ടറി. नाइस മീനൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് വരുന്ന വഴിക്ക് നമ്മളെ മെയിൻ ആയിട്ടുള്ള ആൾ വിളിച്ചിട്ട് ഇവിടേക്ക് ഹായ് சொல்லு. ஹாய் ஹாய் மும்பை மாவட்ட இளைஞரணி தலைவர் சுறாமுனியன். நான் என்னுடைய சொந்த ஊர்ல நம்மளுடைய கேரளா ஃபேன்ஸ் தளபதிக்காக நடைப்பயணம் போயிட்டு 22வது நாளா இன்னைக்கு வந்திருக்காங்க நம்ம ஊர் பக்கம். அவங்கள பார்த்து ரொம்ப சந்தோஷம், ரொம்ப எனக்கு பெருமையா இருக்கு. சரி, அதான் வந்து அவங்கள வரவேற்று என்னால முடிஞ்சது கொஞ்சம் அவங்களுக்கு ஒரு சப்போர்ட் பண்ணணுன்றதுக்காக கூட நிக்கிறேன். கண்டிப்பா அவங்க முயற்சி வெற்றி அடையும். தளபதி அவர்கள் உங்களை பார்த்து ஒரு வாய்ப்பு கொடுத்து உங்களுக்கு கண்டிப்பா உங்களை பாப்பாருன்ற நம்பிக்கை இருக்கு. താങ്ക് യു. അതേ പോതും. അവരുടെ കരിപ്പിടിക്കാൻ വന്നേക്കോ. നല്ല ഭംഗിയുള്ള ഒരു പശുക്കൂട്ടം കാണാൻ തന്നെ ഭയങ്കര ഉഷാറുള്ള പോലെ അല്ലെ. നല്ല വണ്ണമൊക്കെ വെച്ച് സൈസായിട്ട്. നമ്മൾ ഇത്ര ദിവസമായി ഓടിക്കൂലല്ലേ നടന്നേ. നമുക്ക് ആ മല കയറിയാലോ. മണ്ടയിൽ പോയി ചെണ്ടി അടിക്കാം. അത് രാവിലെ പോവാ.
ഇത് പാറക്കൂട്ടാണ്. അതൊന്നും കുഴപ്പമില്ല. അവിടെ ഒന്നും ടെന്റ് എടുക്കാൻ പറ്റില്ല. പാറക്കോട്ടം കണ്ടോ? ഇത്ര ദിവസം നമ്മള് മല കണ്ടിട്ടാ വന്ന കേട്ടോ. കേറാ കുതിരേതോ എങ്ങനെയുണ്ട് കുട്ടാപ്പി? അതൊക്കെ അവിടെ മേഘം നോക്കിയാ ചുവപ്പ് കളറുണ്ട്. അവിടെ നോക്കിയാ സൂര്യൻ ഒളിച്ചിരിക്കുന്നുണ്ട് അവിടെ പറയില്. കാണുന്ന തെങ്ങും തോപ്പാട്ടോ, ചെറിയ ചെറിയ തെങ്ങുകള്. ഇങ്ങനെ ഒരു കൊല്ലം രണ്ടു കൊല്ലം എന്നായും തോന്നും, അതാ വലിപ്പം. അങ്ങ് ദൂരെ നമ്മള് കണ്ട മലയുണ്ടല്ലോ, ആ മലയുടെ അടുത്തെത്തിട്ടോ. അതിന്റെ അടിയിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ. പള്ളിയല്ല, അമ്പല. അവിടുന്ന് മുകളിലോട്ട് കയറി പോകാനുള്ള വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ആ മുകളിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കല്ല് താഴത്തോട്ടങ്ങാനും ഉരുണ്ട് വന്നാൽ എന്നാ ചെയ്യല്ലേ? കൊറേ കാണുന്ന കട ഉണ്ടോ? അവിടെ കയറി നമ്മൾ ചായ പിടിക്കാൻ കയറിയാ കേട്ടോ. പക്ഷെ അവിടെ ചായ ഒന്നുമില്ല. നമ്മള് നേരെ മറ്റേ ഓപ്പോസിറ്റുള്ള മലയില്ലേ, അതിന് തൊട്ട് ഓപ്പോസിറ്റുള്ള കടയാണ്. വേറെ കടയൊന്നും കാണാനില്ല ഇവിടെ. വിജനമായിട്ടുള്ള സ്ഥലമാണ്. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് അപ്പത്തേക്ക് ഇരുട്ടായി കണ്ടോ. ഇതാണിപ്പോ ഇവിടുത്തെ കാലാവസ്ഥ. ഒറ്റയടിക്ക് കറുത്തു പോയാലുണ്ടല്ലേ. പാതിരാത്രി 8 മണി. ആപ്പിളും നിന്നോണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തില് NH റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് നോക്കി കഴിഞ്ഞാല് നമ്മളെ നോക്കി ഉദിച്ചിരിക്കുന്ന ആരാണ്? അമ്പലി അമ്മാവാ. ഇതൊക്കെ ആസ്വദിക്കണം. നിങ്ങളെ റോഡിലോട്ട് ഇറങ്ങണം. നമ്മൾ അവിടുന്ന് നടന്ന് കുറെ ദൂരം വന്നിട്ടോ. ഇവിടെ ബ്ലാക്ക് ടീ കുടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. നമ്മള് കുടിച്ചു കഴിഞ്ഞ് ഒരു ചായ. ഗൈസ്, ഞങ്ങക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടി. ഇന്നലത്തെ പോലെ തന്നെ സമയം 8:45. നമ്മളിപ്പോ ഒരു വീട്ടിലാ ഉള്ളത്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഞാൻ ദേ കാലൊക്കെ നനച്ചോണ്ടിരിക്കാണ്. ഇവിടെ ലഗേജ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കാട്ടോ. ഇവിടെ നമുക്കിപ്പോ ഇറങ്ങാൻ പറ്റില്ല, അതുപോലെ മഴ. ഒരു രക്ഷയില്ല, നല്ല മഴ. ഏതാ മഴയുണ്ടെന്ന് പറഞ്ഞു കത്താണ്. കുറച്ച് നമ്മളേക്ക് മഴ തുടങ്ങി. ഐസ്, നമുക്ക് ഇന്ന് നല്ലൊരു പണി കിട്ടിട്ടോ. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയായിരുന്നെങ്കിൽ ആകെ മൂഞ്ചി പോയനെ. കാരണം ഇന്ന് ബക്രീദ് ആയതുകൊണ്ട് കടകളൊക്കെ നേരത്തെ അടച്ചിട്ടോ. നമ്മള് രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ പോള് നമുക്ക് നമ്മുടെ ഈ വീട്ടുകാർ വെച്ച് തന്നെ കേട്ടോ. കഞ്ഞി എത്ര ദിവസം പറയാം കഞ്ഞി പിടിച്ചിട്ട്. ഓംപ്ലേറ്റ്, അച്ചാറിന്റെ തമിഴ്നാട്ടിൽ പറയുന്നത് ഊർഗ. എങ്ങനെയുണ്ട് കഞ്ഞി? കുച്ചു വെക്കാ ഉണ്ട് അല്ലേ? ഞാൻ കുറച്ചേരം അവിടെ കിടന്നു കേട്ടോ. ക്ഷീണം കാരണം പെട്ടെന്ന് ഒന്ന് വിളിച്ച് കഞ്ഞി പിടിച്ചിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. അവിടുത്തെ പട്ടിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയേക്കോ കേട്ടോ. ഗൈസ്, നമ്മള് ഇന്ന് ഈ വീട്ടിൽ തന്നെ കേട്ടോ നമ്മള് സ്റ്റേ ചെയ്യുന്നേ. ഇന്നത്തെ ദിവസം വലിയൊരു സുഖമില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. എന്തായാലും ഉറങ്ങാൻ പോണ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് മോർണിംഗ്.